കേരളമൊട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും. വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ. കിലോ ബസാർ വടക്കാഞ്ചേരി, നിയർ ബ്ലോക്ക് ഓഫീസ് അകമല. കോൺടാക്ട് 9037 921 329. ഉത്രാളിക്കാവ് പൂരത്തിന് മുന്നോടിയായി നഗരസഭയും എക്സിബിഷൻ കമ്മിറ്റിയും സംയുക്തമായാണ് അഖിലേന്ത്യാ എക്സിബിഷൻ വടക്കാഞ്ചേരിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന പ്രസംഗത്തിൽ രാജ്യത്തെ സമകാലിക സാഹചര്യങ്ങളെക്കുറിച്ചും ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും കെ രാധാകൃഷ്ണൻ MP സംസാരിച്ചു. മണിപ്പൂരിലെ സാഹചര്യം രാജ്യത്തിന് തീരാവേദനയാണെന്നും അത്തരം വേദനകൾ ഉണ്ടാകാതിരിക്കാൻ വലിയ കരുതൽ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് നമ്മുടെ ഈ എക്സിബിഷൻ്റെ കാൽനാട്ടൽ കർമ്മം നടത്താൻ വിധിക്കപ്പെട്ടത് ഞാനായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വർഷം ഒഴികെ ബാക്കി എല്ലാ സമയത്തും ഞാൻ തന്നെയാണ് നമ്മുടെ കൊടിയേറ്റം നടത്തിയത്. കൊടിയേറ്റം ഈ പ്രാവശ്യം എന്തോ കാരണത്താൽ എനിക്കും പറ്റിയില്ല. അതുകൊണ്ടാണ് എക്സിബിഷൻ്റെ ഉദ്ഘാടനം തന്നെയാണ്. പിന്നെ അടുത്ത പ്രാവശ്യം എന്താ വേണ്ടതെന്നാണ്. അപ്പോൾ കൊടി ഉയർത്താൻ അല്ലെങ്കിൽ കൊടിയേറ്റത്തിനുള്ള അവസരം കിട്ടി. അത് 20 വർഷം കിട്ടി. സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട്, 3 വർഷം തുടർച്ചയായിട്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവകാശം നമുക്ക് പതിച്ചു കിട്ടും. 20 വർഷം തുടർച്ചയായിട്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ വർഷം ഒന്ന് മിസ്സായിട്ടുണ്ട്. അടുത്ത വർഷം വിടാൻ പോകുന്നില്ല. അടുത്ത വർഷം കൃത്യമായിട്ട് നിങ്ങൾ കാൽനാട്ട കർമ്മത്തിന് എന്നെ വിളിക്കണം, ഞാൻ വരികയും ചെയ്യും. പ്രാവശ്യം മറ്റ് പല തിരക്കുകൾ കൊണ്ടാണ് വരാതെ പോയത്. എന്തായാലും നമ്മുടെ പൂരവും അതുപോലെ ഈ എക്സിബിഷനൊക്കെ തന്നെ ഏറെ ശ്രദ്ധേയമായിട്ടാണ് നമ്മളെല്ലാവരും കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്താഗതിക്ക് അതീതമായിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പ്രത്യേകത തന്നെയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പൂരമാകട്ടെ, പെരുന്നാളാകട്ടെ, അതുപോലെ നേർച്ചയാകട്ടെ. ഇന്നിപ്പോൾ നമ്മുടെ കാളിയറോഡ് നേർച്ചയാണ്. അപ്പോൾ കാളിയറോഡ് നേർച്ചയിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ആളുകൾ പങ്കെടുക്കുന്നത്. പല നേർച്ചകളും കൊണ്ടുപോകുന്നത് അവിടെ ഹിന്ദു വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ്. അപ്പം അങ്ങനെയുള്ള ഒരുമ നമുക്ക് എല്ലാ സ്ഥലത്തും ഉണ്ടാകണം. ഉത്സവങ്ങൾ, പൂരങ്ങൾ, പെരുന്നാളുകൾ, നേർച്ചകളെല്ലാം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്തു പോകേണ്ടതാണ്. അവിടെ സങ്കുചിതമായിട്ടുള്ള ചിന്തകൾ ഒരു കാരണവശാലും വളർന്നു വരാതിരിക്കാൻ വേണ്ടിയുള്ള കരുതൽ നമുക്കുണ്ടാകണം. ഞാനത് പല സ്ഥലത്തും പറഞ്ഞ കാര്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. നമുക്ക് മറ്റ് സ്ഥലത്തൊന്നും കാണാൻ കഴിയാത്ത പ്രത്യേകതയാണ്. ഉത്സവങ്ങളോ പൂരങ്ങളോ അല്ലെങ്കിൽ പെരുന്നാളുകളോ അല്ലെങ്കിൽ നേർച്ചകളോ ഒക്കെ തന്നെ എല്ലാവരും കൂടി അത് സഹകരിച്ചുകൊണ്ട് ചെയ്യാം. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, നഗരസഭ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, എക്സിബിഷൻ കമ്മിറ്റി ഭാരവാഹികളായ AK സതീഷ് കുമാർ, അജിത് കുമാർ മല്ലയ്യ, ബാബു പൂക്കുന്നത്ത്, ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ തുളസി കണ്ണൻ, വിവിധ ദേശകമ്മിറ്റി ഭാരവാഹികളായ CA ശങ്കരൻകുട്ടി, TP ഗിരീശൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ KP മദനൻ, കൗൺസിലർമാരായ PN വൈശാഖ്, സന്ധ്യ കൊടക്കാടത്ത്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ MJ ബിനോയ്, MR സോമനാരായണൻ, KK രഞ്ജിത്ത്, വടക്കാഞ്ചേരി ആക്ട്സ് പ്രതിനിധി VV ഫ്രാൻസിസ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത്, വറീദ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഈ മാസം 25 വരെ നീണ്ടുനിൽക്കുന്ന പ്രദർശനത്തിൽ റോബോട്ടിക് ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ, കൃത്രിമ വെള്ളച്ചാട്ടം, അമ്യൂസ്മെന്റ് പാർക്ക്, സെൽഫി പോയിന്റ്, ഫുഡ് കോർട്ട് എന്നിവ ഒരുക്കിയിട്ടുണ്ട്. വാണിജ്യ വ്യവസായ സ്റ്റാളുകളും എക്സിബിഷന്റെ ഭാഗമാണ്. 40 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. നഗരസഭയും വ്യാപാരി വ്യവസായി സമൂഹവും രാഷ്ട്രീയ സാമൂഹിക കൂട്ടായ്മകളും ചേർന്നാണ്